രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും പരീക്ഷാ സംവിധാനങ്ങളെയും അട്ടിമറിക്കാൻ വിദേശ ആപ്പുകളെ ഇനി ഇന്ത്യയിൽ അനുവദിക്കില്ല. വിവാദ മെസ്സേജിംഗ് ആപ്പായിട്ടുള്ള ടെലിഗ്രാമിനെ ഇന്ത്യയിൽ പൂർണ്ണമായും നിരോധിച്ചേക്കുമെന്ന വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂൺ 22 വരെ ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് വെറുമൊരു തുടക്കം മാത്രമാണ്. ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ടെലിഗ്രാം ഭീകര പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്ലാറ്റ്ഫോമാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഡിജിറ്റൽ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം വെച്ച് പൊറുപ്പിക്കില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ താക്കീതാണിത്. വെറുമൊരു പരീക്ഷാ ക്രമക്കേടിന്റെ പേരിലല്ല കേന്ദ്രം ഈ നിലപാടെടുത്തിരിക്കുന്നത്. വരാനിരിക്കുന്ന ജൂൺ 21 നീറ്റ് പുനഃപരീക്ഷ സുഗമമായി നടത്തുക എന്നത് മാത്രമല്ല സർക്കാരിന്റെ ലക്ഷ്യം. വ്യാജപ്പേരുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യവും ഓട്ടോമാറ്റിക് ബോട്ടുകളും മിറർ ചാനലുകളുമുള്ള ടെലിഗ്രാമിന്റെ ഘടന തന്നെ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. ചോദ്യപേപ്പറുകൾ ചോർത്താനും ഭീകരവാദ ആശയങ്ങൾ അതിവേഗം പ്രചരിപ്പിക്കാനും ദേശവിരുദ്ധ ശക്തികൾക്ക് ഈ ആപ്പ് ഒരു സുരക്ഷിത താവളമായി മാറുകയാണ്. ആരാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നതെന്ന് പോലീസിനോ അന്വേഷണ ഏജൻസികൾക്കോ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഇതിന്റെ പ്രവർത്തനം. ഇത്തരം വിദേശ ടെക് ഭീമന്മാർക്ക് ഇന്ത്യൻ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഇവിടെ സ്വൈര്യവിഹാരം നടത്താൻ കഴിയില്ല എന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് നിലപാട്. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയും രാജ്യത്തിന്റെ വിശ്വാസ്യതയുമാണ് നീറ്റ് പോലുള്ള പരീക്ഷകൾ. ഇതിനെ അട്ടിമറിക്കാൻ ഇത്തരം ആപ്പുകളിലെ അജ്ഞാത ഗ്രൂപ്പുകൾക്ക് കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തോടുള്ള വലിയൊരു വെല്ലുവിളിയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്കെതിരെ വെറും പിഴ ഈടാക്കി പിന്മാറുമ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷാ നയമാണ്. ഒന്നെങ്കിൽ ഇന്ത്യൻ നിയമങ്ങൾക്കനുസരിച്ച് വിവരങ്ങൾ സർക്കാരിന് കൈമാറാൻ ടെലിഗ്രാം തയ്യാറാകണം. അല്ലാത്ത പക്ഷം ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ മാർക്കറ്റായ ഇന്ത്യയിൽ നിന്ന് അവർക്ക് എന്നേക്കുമായി പുറത്തു പോകേണ്ടി വരും. സാങ്കേതിക വിദ്യയുടെ പേരിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഭരണകൂടം അനുവദിക്കില്ല. ജൂൺ 22 അവസാനിക്കുന്ന ഈ താൽക്കാലിക നിരോധനം വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണ്. ഭൗതിക അതിർത്തികൾക്കൊപ്പം ഡിജിറ്റൽ അതിർത്തികളും സംരക്ഷിക്കുന്നതിൽ ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ് ഇന്ത്യ. വ്യാജ പ്രൊഫൈലുകൾക്ക് പിന്നിലൊളിച്ച് ഇന്ത്യക്കെതിരെ നിഴൽയുദ്ധം നടത്തുന്ന രാജ്യങ്ങൾക്കും അവരുടെ സ്ലീപ്പർ സെല്ലുകൾക്കും ശീൽബന്ദികൾക്കും വലിയൊരു പ്രഹരമാണിത്. വിവര സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ തീരുമാനിക്കുന്നത് വിദേശത്തുള്ള ഏതോ സെർവറുകളല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാര സർക്കാരാണെന്ന് ഈ അടിയന്തര നീക്കം തെളിയിക്കുന്നു.